പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട്ടിലുള്ള ചെടികളിലെ പൂക്കളാണെന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തെല്ലാം പൂക്കളുണ്ടോ അതെല്ലാം നമ്മളൊന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് റോസാണ്. റോസ് ഈ ഒരു ചട്ടി തന്നെയാണ് രണ്ട് കളറും കേട്ടോ. ഇത് ഒരു റോസ് കളറ്, ഇതൊക്കെ ഒരു കടും റോസാണ് കേട്ടോ. മഴ പെയ്തിട്ട് ഇതൊക്കെ റോസിൻ്റെ ഒക്കെ സ്വാഭാവികത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പൂവാണ് കേട്ടോ. അതിൻ്റെ പേരും അറിയില്ല, ഒരു ഭംഗിയില്ലാത്തൊരു പൂവാണ്. ഇത് കണ്ടില്ലേ, ഇതിന്മേൽ ഇവിടെയൊക്കെ പൂക്കളുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ ഇതൊരു ചെറിയ റോസാണ്. ഇത് വിരിയാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒന്നുകൂടി കൊണ്ട് വലുതാവുള്ളൂ കേട്ടോ, അല്ലാതെ വലുപ്പം ഉണ്ടാവില്ല. ചെറിയ റോസുകളാണ്. പിന്നെ ഇത് വെള്ളത്തിലുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. വാട്ടർ ലില്ലിന്നോ ലില്ലി പോപ്പിന്നോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേരെന്നോ തോന്നുന്നു, ഞാൻ മറന്നുപോയി. ഇവിടെ ഇതിന്മേൽ രണ്ട് പൂവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കോഴിച്ചീരൻ്റെ പൂവുണ്ട്. ഇത് ഇങ്ങനെ വലുതാവണുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബോഗൺവില്ല, ഒരു വയലറ്റ് കളറ്. പിന്നെ ഇവിടെ 10 മണി മുല്ല വിരിയാനായിട്ടുള്ളൂ കേട്ടോ, 10 മണി ആയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളവിടെ ഈ റോസുമ്മൽ പൂക്കളിങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു റോസ് കളറാണ്. ഇത് ഒരു കൊലകൊലായിട്ടുണ്ടാകുന്ന ഒരു റോസാണ്. ഇത് റോസ് വിരിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ കണ്ടില്ലേ ബോഗൺവില്ല. ഇത് ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തിട്ട് ഒരു വലിയൊരു സാറില്ല. പിന്നെ നമ്മളെ അടുത്തുള്ള പൂക്കൾ ഇത് പിന്നെ ആമ്പൽപ്പൂവാണ് കേട്ടോ. ആമ്പൽമ നിറയെ പൂക്കളുണ്ട്, വേണ്ടില്ലേ ആമ്പൽ. ഇവിടെ മീനുകളുണ്ട്. ഇവിടെ വലിയൊരു പൂവുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കളർ മത്സ്യങ്ങളുണ്ട് കേട്ടോ. കോഴിക്കാർപ്പുണ്ട്, ഗപ്പിയുണ്ട്, മോളിയുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പേരറിയാത്ത 1-2 സൈസ് ഉണ്ട്. പിന്നെ കോഴിക്കാർപ്പ് ഉണ്ട്. കോഴിക്കാർപ്പ് പിന്നെ ഒരു 4 എണ്ണമാണല്ലോ കേട്ടോ. ഗോൾഡ് ഫിഷും ഉണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷ് അവിടെ ഒന്ന് കാണുന്നുണ്ട്, അത് കണ്ടില്ലേ. പിന്നെ മോളി ഉണ്ട്. മോളി ആ ഒരു ഓറഞ്ച് കളറായിട്ടുള്ള അവിടെ കാണുന്നത് മോളിയാണ് കേട്ടോ. ഇവിടെ ഈ മോളീൻ്റെ കുട്ടികൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നിറയെ കുട്ടികളാണ്. നമ്മൾ അമ്പൽപ്പൂ ഇപ്പോൾ കാണിച്ചല്ലോ, ഇതിൽ നിറയെ അമ്പൽ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഈ ഇല കണ്ടില്ലേ, ഇത് നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇതിൻ്റെ തൈ തീരുന്ന ഇങ്ങനെ ഇതിൻ്റെ ഈ ഇലൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കുഴി ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടാവുക കേട്ടോ. തൈ ഇപ്പം ഇങ്ങനെ മുളച്ച് വരുന്നുണ്ടല്ലേ, അത് തൈയാണത് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഇതുണ്ടല്ലേ ഇതിൻ്റെ തൈ ഉണ്ടാവുകയാണത്. നമുക്ക് ഇല മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു തൈ ഉണ്ടാവും. അത് ഇതിൻ്റെ വിത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. വിത്ത് മുളപ്പിച്ച് നമുക്ക് തൈകളുണ്ടാക്കാം. പിന്നെ ഇത് പൂവല്ലെങ്കിലും പൂവ് വിരിഞ്ഞിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടിയില്ലേ, ഇവിടെ ഈ ഇതൊക്കെ പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാതിരിയാണ്. നമ്മൾ ഈ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് പ്ലാന്റിൻ്റെ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാലാണിത് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ, നല്ല കളറുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് പച്ച കളറിലേക്ക് മാറും കേട്ടോ. പിന്നെ ഇത് ആമ്പൽ ഈ ഇത് നമ്മൾ തൈ വെച്ചാണ് കേട്ടത്. ഒരു തൈ നമ്മൾ ഇതിൽ കൊടുന്ന് മുളപ്പിച്ച് ഉണ്ടാക്കിയതാണത്. അപ്പോൾ അതിന്മേൽ ചെറിയ പൂവാണ് ഇത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ആമ്പൽ ഇതൊരു കുറഞ്ഞ അതിൻ്റെ ദളത്തിൻ്റെ അഗ്രഭാഗത്തൊക്കെ ഒരു വയലറ്റ് കളറും നടുവിൽ മഞ്ഞയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അത് കാലാവധി തീർന്ന ഇതാണ് കേട്ടോ. അത് വെള്ളത്തിൽ അങ്ങനെയാണ് മുങ്ങി പോവുകയാണ് ഇനി ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ അസോള ചെയ്തിട്ടുണ്ട് കേട്ടോ. അസോള നമ്മൾ ഇതിങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെടിക്ക് വാരിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ
ഈ ആമ്പലിൻ്റെ തൈ എങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ആമ്പലിൻ്റെ തൈ ഉണ്ടാകുന്നത്. ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഒരു ഇല എങ്ങനെ ഉണ്ടാവണേ, ഇതുണ്ടാവണ മാതിരിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഇല പിന്നെ മൂത്ത് കഴിഞ്ഞാൽ ഈ ഇല കണ്ട് നശിച്ചു പോകുമ്പോൾ അതിൻ്റെ അവിടെ ഒരു തൈ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാ ഇലകൾക്കും തൈ ഉണ്ടാവും. ഈ ആമ്പലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കോളാമ്പി ചെടിയാണുള്ളത്. കോളാമ്പി പൂവ് ഇതിന്മേ കോളാമ്പി എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നല്ല പൂക്കളും കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൂവ് പിന്നെ ഇപ്പോൾ വിരിയാണ് കേട്ടോ. വിരിഞ്ഞ് അത് റിച്ചാകുമ്പോഴേ വിരിയുള്ളത്. പിന്നെ റോസ് ഇവിടെ നിറയെ റോസുണ്ട്. റോസിന് മഴ എല്ലാം ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ റോസിൻ്റെ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പൂവ് ഇത് ആകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ചെടി, ഇതിൻ്റെ പേരറിയില്ല, അതിന്മേൽ നിറയെ പൂക്കളുണ്ട്. പിന്നെ നമ്മളെ യൂഫോർബിയ, ഇതിന്മേലും നിറയെ പൂക്കളാണ് കേട്ടോ. യൂഫോർബിയൻ്റെ പൂക്കൾ ഇതൊരു ചെറിയ പൂക്കളാണ്. ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ളൊരു സൈസ് പൂവാണിത്. വേണ്ടില്ലേ, ഇതിന്മേലും നിറയെ പൂക്കളുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പൂക്കൾ കാണിച്ചു തരാൻ ഇത് കണ്ടില്ലേ. ഇതിന്മേൽ പൂക്കളിങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഒരു മഞ്ഞ പൂച്ചെടിയാണിത്. ഇതിന്മേൽ പൂക്കൾ വിരിഞ്ഞ് വരണുള്ളൂ. മൊട്ടുകളാണ് നിറയെ മൊട്ടുണ്ട് കേട്ടത്. പിന്നെ ഇതിന്മേൽ ഇങ്ങനെയുള്ള ഈ ഒരു പുൽച്ചെടിമേൽ ഇങ്ങനെ ഒരു വെള്ളപ്പൂവുണ്ട് കേട്ടോ. പിന്നെ തെച്ചിയാണ് കേട്ടോ. തെച്ചിമേലൊക്കെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് പൂക്കൾ കുറവാണ്. ഇതിന്മേലൊരു മഞ്ഞപ്പൂവുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു സൂര്യനെ ഉദിച്ച് നിൽക്കണ ഒരു പ്രതീതി നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ തെച്ചിമ്മൽ പൂവുണ്ട് കേട്ടോ. പിന്നെ അത് ചെമ്പരത്തി കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഇലക്ക് ഒരു അഗ്രഭാഗത്തൊരു വൈറ്റ് കളറുണ്ട്. പിന്നെ നല്ല റെഡല്ല, ഒരു കുറഞ്ഞൊരു റോസ് കൂടിയൊരു കളറാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് തലയിലും ചൂടാ, ചെവിൻ്റെ ഇടയിലും ചൂടി നടക്കാം. അപ്പോൾ ആൾക്കാർ എല്ലാം ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ അതൊരു വേണ്ടില്ലേ, ഇതിൻ്റെ ഒരു കാവി കളറാണ് ഈ ഒരു പൂവിന്. പിന്നെ അവിടെ എടുത്ത് പറയത്തക്ക പൂക്കളൊന്നും ഈ ഭാഗത്തില്ല കേട്ടോ. ഒക്കെ ഇപ്പോൾ മഴ ഇങ്ങനെ ആയതുകൊണ്ട് പൂക്കൾ കുറവുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു തെച്ചിൻ്റെ മാതിരിയുള്ള ഒരു പൂവാണ്. പിന്നെ അങ്ങനെ വന്നിട്ട് ഇവിടെ മുസാണ്ട ഉണ്ട് കേട്ടോ. മുസാണ്ട റെഡ് കളറാണ്. നമ്മളടുത്ത് വൈറ്റ് റോസൊക്കെ ഉണ്ട്, അതിനൊക്കെ പോയി. അതിങ്ങനെ ഒരു പൂവിൻ്റെ മാതിരി പൂ കൊഴിഞ്ഞാൽ അതങ്ങനെ ആവണമുണ്ടോ. പിന്നെ ഇപ്പോൾ പൂക്കളുടെ രാജാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നാൾ കാണിച്ചതാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇതൊരു ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് അതങ്ങനെ നിൽക്കും. 4-5 മാസമൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ അടീനിയത്തിൻ്റെ പൂവാണ്. അതൊക്കെ മഴ നനഞ്ഞിട്ട് ഒക്കെ ഇവിടെ ചാടി കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ചാടാനും നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ അടീനിയത്തിന് വേണ്ടിയില്ലേ നിറയെ പൂക്കൾ വിരിഞ്ഞ് പോയതാണ് കേട്ടോ. നമ്മളിവിടെ പിന്നെ ബോഗൻവില്ല ഉണ്ട് കേട്ടോ. ബോഗൻവില്ല ഇതൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെ എന്താ ഭംഗി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കണ്ടില്ല, ഇത് നമ്മളെ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് പ്ലാന്റ് വെയിൽ കൊള്ളാത്തതുകൊണ്ട് കുറഞ്ഞൊരു കളർ മാറ്റമുണ്ട്. പിന്നെ ഇതൊരു പൂവാണ് കേട്ടോ. ഇതിൻ്റെ പൂവിന് റെഡ് കളറാണ്. ഇതിങ്ങനെ തൂങ്ങിക്കണോണ്ടാണ് അതിൻ്റെ ആ കളറ് കാണാത്തത്. ഇതിങ്ങനെ വള്ളിയായിട്ട് പടർന്നു പോണതാണിത്. പിന്നെ ഈ ബോഗൻവില്ല അത് വലിയ മരമാണ്. ഇതിന്മേൽ പൂവുണ്ട്. പിന്നെ ഈ അടീനിയത്തുമ്മ ഇവിടെ ഉണ്ട്, ഇവിടെ മൊട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ബോഗൻവില്ലമ്മ കണ്ടില്ലേ, ഇതിന്മേൽ പൂവുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെയും പൂവുണ്ട്. ഇതൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെ
ചാഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ. പിന്നെ ബോഗൺവില്ല ഇത് കണ്ടില്ലേ, ഇതിന്മേ പൂവുണ്ട്. ഇതിങ്ങനെ ഇലൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഇതിൻ്റെ കൊള്ളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുണ്ടാവണതാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ബോഗൺവില്ലമ്മ അത് കുറച്ച് മഞ്ഞ കളറ് പൂക്കളാണ് കേട്ടോ. പിന്നെ ഇവിടെ യൂഫോർബിയമ്മ പൂവുണ്ട്. യൂഫോർബിയ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോഗൺവില്ലമ്മ ഈ വരും പൂക്കളൊക്കെ ഇപ്പോൾ ഈ മഴ പെയ്താൽ ഈ പൂക്കൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് നല്ലൊരു കളറാണ് ഇതിൻ്റെ ഈ ഒരു പൂവിൻ്റെ കളർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റോസുമ്പലം ഇങ്ങനെ പൂ വിരിയണുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒക്കെ മഴ പെയ്തിട്ടുണ്ടല്ലോ, ഈ റോസിൻ്റെ പൂവൊക്കെ പെട്ടെന്ന് ഇതായി. മറ്റേത് ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ നിൽക്കണ റോസിൻ്റെ പൂവ് ഒക്കെ ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ടാണ്ട് നാശമായിട്ടോ. ഇവിടെ വേറൊരു കളറ് ബോഗൺവില്ലുണ്ട്. ഇവിടെ ഒരു തൈ ഇത് വെച്ചതാണ് കേട്ടോ. ഇതിമേലും ഉണ്ട്. പിന്നെ ഇവിടെ ഇതിമേൽ പൂവുണ്ട്. ഒക്കെ മഴ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കളറുണ്ട് പൂ. ഇതും പൂ തന്നെയാണ്. ഇത് ഇതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ നനഞ്ഞ് പെട്ടെന്ന് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇതിമേലും ഉണ്ട് പൂവ്. പിന്നെ ഈ ഇത് ഞാൻ റെഡ് പ്ലാന്റ് ഇവിടെ നട്ടതാണ് കേട്ടോ. അത് റെഡ് പ്ലാന്റ് നിലത്ത് ഇങ്ങനെ ഒന്നായിട്ട് പിന്നെ നമ്മൾ കുത്തി വെച്ചതാണിത്. എല്ലാം പിടിച്ചിട്ടുണ്ട്. എല്ലാ റെഡ് പ്ലാന്റും ഇത് പിടിച്ച് ഇവിടെ ഇതിന് മുളകിൻ്റെ മരം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മഴ കൂടുതലായപ്പോൾ അതിൻ്റെ ഇലഭാരം പിന്നെ കൂടിയതാണ് കേട്ടോ. ഈ റോസിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ പടർന്ന് പോകണതാണ് കേട്ടോ. ഈ റോസ് പടർന്നിങ്ങനെ പോണതാണ്. അത് നിലത്ത് കൂടിയാണെങ്കിലും അങ്ങനെ പടർന്നു പോകും. നല്ല ഒരു പിന്നെ ഭംഗിയാണ്. ഇങ്ങനെ കെട്ടിക്കൊടുത്തത് നിറയെ പൂക്കളായി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ മറക്കൂല കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.